പാകിസ്ഥാനി ചിക്കൻ. എനിക്ക് മീനിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ചിക്കനിൽ എനിക്ക് ഒരു കൺഫ്യൂഷൻസും ഇല്ല കേട്ടോ. കാരണം ചിക്കൻ ഞാൻ എങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു വിധപ്പെട്ട എല്ലാ ഫ്ലേവേഴ്സും ചിക്കനിൽ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു പാകിസ്ഥാനി ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെ, ബോർഡർ കടന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് സവാള ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾക്ക് ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ റെസിപ്പി കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഒരു ഐഡിയ വെച്ച് നമ്മളൊരു ഫ്ലേവർ മനസ്സിൽ കരുതും. അപ്പോൾ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. ദെൻ അതൊന്ന് കുക്കായി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ നമ്മളിതിലേക്ക് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടച്ച് വെച്ചിട്ട് ചിക്കൻ കംപ്ലീറ്റ്ലി കുക്കാവുന്ന വരെ വെക്കുക. അത് കുക്കായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് മല്ലിയില അതുപോലെ തന്നെ കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കസൂരി മേത്തി മാത്രം മതി, മല്ലിയില ഓപ്ഷണലാണ്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അവസാനമായിട്ട് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. ഇത്രയേ ഉള്ളൂ പാകിസ്ഥാനി ചിക്കൻ്റെ റെസിപ്പി. എന്നെപ്പോലെ ചിക്കൻ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രേവി ടൈപ്പ് കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റിൽ റിവ്യൂ പറയുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.